Hi dears, it's me, Safi. Let's start our class. Today we are moving to the remaining portion of the unit Crusaders. So നമ്മൾ Crusaders എന്ന് പറയുന്ന യൂണിറ്റിന്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് Crusaders പറഞ്ഞു തീർത്തു. അതിനുശേഷം 100 years of വാറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് ജസ്റ്റ് ഇങ്ങനെ സൂചന നൽകിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കാം. 1327 ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ടുള്ള എഡ്വാർഡ് തേർഡ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഓക്കെ, എഡ്വാർഡ് തേർഡ് ഇംഗ്ലണ്ട് രാജസ്ഥാനം ഏറ്റെടുക്കുന്നത് 1327 ഓക്കെ, ആ സമയത്തൊക്കെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രെയിൻഡ് ആയി നിൽക്കുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ചാൾസ് നാലാമൻ്റെ മരണം, ഫ്രാൻസിലെ ചാൾസ് നാലാമൻ്റെ മരണം എന്തായിട്ടുണ്ട്, ഈ കോൺഫ്ലിക്റ്റിനെ കുറച്ചും കൂടി ഇൻറ്റൻസിഫൈ ചെയ്ത് കൂടുതൽ തീവ്രമാക്കി. ഓക്കെ, ചാൾസ് നാലാമൻ മരണപ്പെട്ടതോടുകൂടി ഇവർ തമ്മിലുള്ള അസ്വസ്ഥതകൾ, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി തീവ്രതയുള്ളതായിട്ട് മാറി കേട്ടോ. അങ്ങനെ ചാൾസ് നാലാമൻ മരണപ്പെടുന്നത് 1328. ഓക്കെ, അതായത് മരണപ്പെട്ട സമയത്തുള്ള പ്രശ്നം, അയാൾക്ക് ഒരു മെയിൽ ഹെയർ ഉണ്ടായിരുന്നില്ല, അതായത് മകനുണ്ടായിരുന്നില്ല, അതായത് തൻ്റെ രാജഭരണം ഏറ്റെടുക്കാൻ പറ്റിയ ഒരാൾ അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ ഫ്രഞ്ച് ത്രോണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫ്രാൻസിലെ കിരീടത്തിന് വേണ്ടിയിട്ട്, രാജപദവിക്ക് വേണ്ടി രണ്ട് അവകാശവാദികൾ മുന്നോട്ട് വന്നു. ഓക്കെ, ടു ക്ലെമൻസോട്ട് ദ ഫ്രഞ്ച് ത്രോൺ. ആ ഫ്രഞ്ച് ത്രോണിന് വേണ്ടി രണ്ട് അവകാശവാദങ്ങളായിരുന്നു, രണ്ട് പേരായിരുന്നു അവകാശം ഉന്നയിച്ചിട്ടുണ്ടായി. ഒന്ന് എഡ്വാർഡ് തേർഡ് ഓഫ് ഇംഗ്ലണ്ട് അല്ലേ, നമ്മളെ തൊട്ട് മുമ്പ് സ്ഥാനാരോഹണം ഏറ്റ ജസ്റ്റ് ഒരു വർഷം മുമ്പ് ഇംഗ്ലണ്ട് കിങ് ആയി മാറിയ എഡ്വാർഡ് തേർഡ് ആയിരുന്നു ആ രാജ്യഭരണം അവകാശപ്പെട്ടിരുന്നത്. ഓക്കെ, അവൻ്റെ മദർ ഇസബെല്ല ആയിരുന്നു. ഇസബെല്ല ആരാണ്? ചാൾസ് നാലാമൻ്റെ പെങ്ങളാണ്. അപ്പോൾ മരണപ്പെട്ട രാജാവിൻ്റെ പെങ്ങളമ്മ, അതാണ് ഹെൻറി തേർഡ് എന്ന് പറയുന്നത്. അവനെന്തായി, രാജഭരണം ഞാൻ ഏറ്റെടുക്കാം, എൻ്റെ അമ്മാവനാണ് മരണപ്പെട്ടത്, അമ്മാവൻ മകനില്ലല്ലോ, സോ ഐ വിൽ ടേക്ക് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്തായി അവകാശവാദം ഉന്നയിച്ചു. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഫിലിപ്പായിരുന്നു. ഓക്കെ, വലോയിസിൻ്റെ കൗണ്ട് ആയിരുന്നു ആര്? ഫിലിപ്പ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ചാൾസിൻ്റെ മകനായിരുന്നു ആര്? ഫിലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചാൾസ് നാലാമൻ്റെ മകനായിരുന്നു. അതേപോലെ ഫിലിപ്പ് നാലാമൻ്റെ ബ്രദറുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫിലിപ്പിനെന്തായി ഫിലിപ്പ് ഇതേപോലെ തന്നെ ആ രാജഭരണത്തിനായി അവകാശം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് അവകാശവാദങ്ങൾ എന്തായി, അത് തീവ്രമായിട്ട് മുന്നോട്ട് വന്നു. ഈ ഫിലിപ്പ് എന്ന് പറയുന്നത് ശരിക്കും വലോയിസിന്റെ കൗണ്ട് പ്രഭുവായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല ഫിലിപ്പ് നാലാമൻ്റെ ബ്രദർ ആയിട്ടുള്ള ചാൾസിന്റെ മകനാണ് ആര്? ഈ പറയപ്പെട്ട ഫിലിപ്പ്. ഓക്കെ, അപ്പം മരണപ്പെട്ട രാജാവായിരുന്നു ചാൾസ് നാലാമൻ, അയാളുടെ ബ്രദർ ആയിരുന്നു ആര്? ഈ ഫിലിപ്പ്. ഓക്കെ, ചാൾസ്. ഈ ചാൾസിന്റെ മകനാണ് ആര്? നമ്മുടെ ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ സഹോദരപുത്രൻ എന്ന് പറയാം. ഓക്കെ, രാജാവ് ചാൾസ് നാലാമനാണ്, അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആര്? നമ്മളെ ഫിലിപ്പ് എന്ന് പറയും, ചാൾസ് എന്ന് പറയുന്നത്. ഫിലിപ്പ് നാലാമൻ മരണപ്പെടുന്നു. ഫിലിപ്പ് നാലാമൻ്റെ ബ്രദർ ആണ് ആര്? ചാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കാം. ഫിലിപ്പ് നാലാമൻ മരണപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ബ്രദർ ആണ് ചാൾസ്. സോ ചാൾസിന്റെ മകനായിട്ടുള്ള ഫിലിപ്പാണ് രണ്ടാമതായിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായത്. അപ്പൊ രാജാവിന് ആൺമക്കളില്ല, സോ രാജാവിന്റെ സഹോദരന്റെ പുത്രൻ, ഓക്കെ, രാജാവിന്റെ ബ്രദറിന്റെ മോനാണ് ആര്? ഫിലിപ്പ്. അങ്ങനെ ഫിലിപ്പും അവകാശവാദം ഉന്നയിച്ചു. അമ്മാവനാണ് മരണപ്പെട്ടത്, സോ ഞാൻ ഏറ്റെടുക്കാമെന്ന് ആര് പറഞ്ഞു? എഡ്വാർഡ് തേർഡും പറഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ടിലെ എഡ്വാർഡ് തേർഡും അതേപോലെ തന്നെ വലോയിസിന്റെ കൗണ്ടായിരുന്ന ഫിലിപ്പ്, രണ്ടുപേരും എന്തായി ആ രാജഭരണത്തിന് വേണ്ടി അവകാശവാദം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഫ്രഞ്ച് അസംബ്ലി കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു? ഫിലിപ്പിനെ വലോയിസിന്റെ കൗണ്ടായ ഫിലിപ്പിനെ എന്താണ് രാജാവായിട്ട് അംഗീകരിക്കാമെന്ന് ഫ്രഞ്ച് അസംബ്ലി എന്തായി തീരുമാനിച്ചു, ചൂസ് ചെയ്തു. അങ്ങനെ ഫിലിപ്പ് എന്താവുന്നു? ഫിലിപ്പ് ആറാമനായിട്ട് മാറുന്നു. ഓക്കെ, ഫ്രാൻസിന്റെ ഫിലിപ്പ് ആറാമനായിട്ട് മാറുന്നു. ഈ ഒരു ഡിസിഷനെ എഡ്വാർഡ് തേർഡ് വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അമ്മാവർച്ചിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ശക്തമായിരുന്നാവുന്ന എഡ്വാർഡ് അതിനെ എതിർക്കുന്നൊക്കെയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞെട്ടിക്കാൻ തുടങ്ങി, ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി. വേണ്ടട്ടോ നിൽക്കലട്ടോ എന്നുള്ള രൂപത്തിൽ എന്തായി ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ടുള്ള നമ്മുടെ എഡ്വാർഡ് തേർഡ് എന്തായി നെട്ടിക്കാനൊക്കെ തുടങ്ങി, ത്രട്ടൻ ചെയ്യാൻ, ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഫൈനലി ഇത്രയും കാലം ഉണ്ടാകുന്ന ടെൻഷനൊക്കെ പൊട്ടിയിട്ട് നേരിട്ട് ഫൈറ്റ് ഉണ്ട് തുടങ്ങി. ആരൊക്കെ? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നിന്നാണ് പ്രത്യക്ഷമായിട്ടുള്ള ഫൈറ്റിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എഡ്വാർഡ് തേർഡ്, അതായത് ഇംഗ്ലണ്ടിന്റെ കിങ് ആയിരുന്നു എഡ്വാർഡ്, ആദ്യം കുറച്ച് പരാജയങ്ങളൊക്കെ എന്താവുന്നുണ്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ 1331 എന്താവുന്നു എഡ്വാർഡ്
താൽക്കാലികമായിട്ട് എന്താവുന്നു, തൻ്റെ അവകാശവാദം എന്താവുന്നു പിൻവലിക്കുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്, അയാൾ എന്താണ് മീൻസ് ആ ഫ്രഞ്ച് കിങ്ങിനോടുള്ള ഒരു ഹൊമേജ് എന്താവുന്നുണ്ട്, അയാൾ റീന്യൂ ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ ഏകദേശം 2 വർഷത്തിലേറെ എന്തായി സമാധാനപരമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. ആദ്യം കുറച്ച് തിരിച്ചു നേട്ടപ്പോൾ നൈസായിട്ട് എഡ്വാർഡ് റൂട്ട് മാറ്റി, ഓക്കെ, ഹോമേജ് ഒക്കെ സമ്മതിച്ചു കൊടുത്ത് 2 വർഷത്തോളം സമാധാനത്തോടു കൂടി ഫ്രാൻസും ഇംഗ്ലണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ 1334 ആയപ്പോൾ എഡ്വാർഡ് തേർഡ് എന്തായി, റോബർട്ട് തേർഡിന്, അതായത് ഫ്രഞ്ച് ത്രോണിന് അവകാശം ഉന്നയിച്ച് പിന്നെ വന്ന ആരായിരുന്നു, മീൻസ് റോബർട്ട് തേർഡ് ആയിരുന്നു. ഓക്കെ, അയാൾക്ക് എന്ത് കൊടുത്തു, മീൻസ് റെഫ്യൂജ് കൊടുത്തു, അഭയം നൽകി. അതായത് ഫ്രഞ്ച് ത്രോണിന് അവകാശം ഉന്നയിച്ചിരുന്ന റോബർട്ട് മൂന്നാമന് ആര് സപ്പോർട്ട് ചെയ്തു, അഭയം കൊടുത്തു, നമ്മുടെ എഡ്വാർഡ് മൂന്നാമൻ അഭയം കൊടുത്തു. അപ്പോൾ എഡ്വാർഡിന് കിട്ടിയില്ല. മെയിൻ അവകാശം ഉന്നയിച്ച് വന്നിരുന്നത് റോബർട്ട് തേർഡ് ആയിരുന്നു. അവനും എന്തായാലേ മിസ് കിട്ടൂല. അപ്പം തൽക്കാലം എന്തായി, ശത്രുമിത്ര എന്നുള്ള രൂപത്തിൽ എന്തായി ഇവൻ നൈസായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ റോബർട്ട് മൂന്നാമൻ ഫിലിപ്പ് ആറാമനോട് എന്തായി തർക്കിച്ചു. ഈ ഫിലിപ്പ് ആറാമൻ എന്ന് പറഞ്ഞാൽ ആരാം, ചാൾസിന്റെ മകനാണ്. ആരാണ് ചാൾസ്? നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ. ചാൾസ് നോക്കി ചാൾസ് നാലാമൻ മരണപ്പെട്ടു. ചാൾസ് നാലാമന് ബ്രദർ ആയിട്ടുള്ള ഫിലിപ്പ് നാലാമൻ മരണപ്പെടുന്നു. അതിൻ്റെ മകനായിട്ടുള്ള അതിൻ്റെ സഹോദരനായിട്ടുള്ള ചാൾസിന്റെ മകനാണ് ആര്, ഫിലിപ്പ്. ഓക്കെ, ഫിലിപ്പ് നാലാമൻ മരണപ്പെട്ടു. അപ്പോൾ നാലാമന് മകനില്ല. അപ്പോൾ സഹോദരന്റെ മകൻ അല്ലെ, സഹോദരൻ ചാൾസ് ആണ്, ചാൾസിന്റെ മകൻ ഫിലിപ്പാണ്. അങ്ങനെ ഫിലിപ്പാണ് എന്താ പിന്നീട് ഫിലിപ്പ് ആറാമനായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഫിലിപ്പ് നാലാമൻ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ സഹോദരനായ ചാൾസിന്റെ മകനാണ് ഫിലിപ്പ്. അങ്ങനെ ആ ഫിലിപ്പാണ് പിന്നീട് എന്തായി ഫിലിപ്പ് ആറാമനായിട്ട് അറിയപ്പെടുന്നത്. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഫിലിപ്പ് ആറാമൻ എന്താവുന്നുണ്ട്, മീൻസ് ഫിലിപ്പ് ആറാമനോട് റോബർട്ട് തേർഡ് എന്താവുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്, പ്രശ്നത്തിലാവുന്നൊക്കെയുണ്ട്. അത് മാത്രമല്ല ഈ ഫിലിപ്പ് ആറാമൻ ഞെട്ടിക്കുന്നുണ്ട് അല്ലെ, മീൻസ് അക്വിറ്റൈൻ എന്താവുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താവുന്നുണ്ട്, ഫിലിപ്പ് ആറാമൻ നൈസായിട്ട് എന്താവുന്ന ഇവനെ ത്രട്ടൻ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഭീഷണിക്കൊന്നും എന്താവുന്നില്ല, വഴങ്ങുന്നൊന്നുമില്ല. അപ്പോൾ അക്വിറ്റൈനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഫിലിപ്പ് ആറാമൻ നല്ല ഞെട്ടിക്കുന്നത്, ഫ്രാൻസിന്റെ രാജാവായിട്ടുള്ള ഇപ്പം നിലവിൽ രാജാവായിട്ടുള്ള ഫിലിപ്പ് ആറാമൻ നല്ല ഞെട്ടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും എഡ്വാർഡ് തേർഡ് എന്ത് ചെയ്യുന്നു, ഞാനാണ് ഇനി ഫ്രാൻസിന്റെ യഥാർത്ഥ കിങ് എന്ന് പറഞ്ഞ് സ്വയം അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ അയാൾ നേരെ ഫ്രാൻസിനോട് എന്താ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു, യുദ്ധം ചെയ്യാനും തുടങ്ങി. അങ്ങനെ എഡ്വാർഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അക്വിറ്റൈൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കുക എന്നുള്ളതായിരുന്നു. ലക്ഷ്യം, എഡ്വാർഡിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല തൻ്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഫ്രഞ്ചുകാർ കയറി വരുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തൽക്കാലം പൂട്ടിപ്പോക്കണം, അത് നിർത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കുക, ഒന്ന് അക്വിറ്റൈൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടണം. 2 ഫ്രഞ്ച് റൂളേഴ്സ് തൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകാൻ പാടില്ല, കടന്ന് കയറാൻ പാടില്ല. ഇതാണ് അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.